നമ്മളെല്ലാരും കണ്ടാണ് വലിയ വാർത്തയാണ്. ക്രൂരമായി മർദ്ദിക്കുകയല്ല, തീർത്തും കൊലപാതക ശ്രമമാണ് അവിടെ നടന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങ് അടിച്ചൊതുക്കാൻ വേണ്ടി SFI കുറെ കാലങ്ങളിലായി ക്യാമ്പസിലെ KS പ്രവർത്തകർക്കെതിരെ നീങ്ങിയിട്ട് അന്നൊന്നും ഈ KS പ്രവർത്തകർ ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല, ഇനിയൊട്ട് പിന്നോട്ട് പോവാനും ഉദ്ദേശിക്കുന്നില്ല. 100ഓളം വരുന്ന SFI പ്രവർത്തകരാണ് വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഞങ്ങളുടെ KS ജില്ലാ കമ്മിറ്റി അംഗമായ ആദി SP-നെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടിയത്. ഞങ്ങളേറെ അഭിമാനത്തോടു കൂടി ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ, അവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന് പ്രതിരോധം തീർത്തത് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ 2 വനിതാ പ്രവർത്തകരാണ്. മീനാക്ഷിയും ഗൗരിയും അടങ്ങുന്ന 2 വനിതാ പ്രവർത്തകർ. ഞങ്ങൾ നിങ്ങളുടെ അടിവേദിച്ച് പിന്നോട്ടൊരടി പോലും ഓടിയില്ല, ഞങ്ങൾ ഏറ്റുവാങ്ങുകയായിരുന്നു. എല്ലാ കാലവും ഈ അടി ഏറ്റുവാങ്ങി ജില്ലയിൽ SFIക്ക് പ്രവർത്തിക്കാമെന്ന് കരുതണ്ട. പട്ടികളെ വിടുപണി ചെയ്യുക, പിണറായിക്ക് വിടുപണി ചെയ്യുക, നിങ്ങൾക്ക് എന്നാൽ ഇതിന്റെ അവസാന ദിവസം വെളുപ്പിനെ 2:30 ഇവിടുത്തെ നമ്മുടെ ശാസ്താംകോട്ട ദേവസ്വം കോളേജിലെ വിദ്യാർത്ഥികൾ നാടകം കഴിഞ്ഞ് അതിന്റെ പ്രവൃത്തി കഴിഞ്ഞ് ആ കുട്ടികളെ പിരിച്ചുവിടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 4ഓളം ജില്ലാ ഭാരവാഹികൾ 2 വനിതാ പ്രവർത്തകരടക്കം വളരെ മൃഗീയമായി ഒരു കൂട്ടം SFIയുടെ ഗുണ്ടാ സംഘം വന്ന് വളരെ മൃഗീയമായി തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു. അടിച്ചതിനു ശേഷം കഴിഞ്ഞെങ്കിൽ മാറിക്കൊടുക്കാനാണ് അവിടെ നിന്നിരുന്ന CI അടക്കമുള്ള പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന പ്രതികരണം. അതുകൊണ്ട് ഞങ്ങൾ വളരെ വ്യക്തമായ ഒരു കാര്യം പറയട്ടെ, ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധമാണ് KS ഇവിടെ നടത്തുന്നത്. വളരെ മൃഗീയമായ രീതിയിൽ ആദി SP എന്ന് പറയുന്ന ഒരു ജില്ലാ കമ്മിറ്റി ഭാരവാഹിയെ വളരെ മൃഗീയമായി തറയിലിട്ട് ചവിട്ടിക്കൂട്ടിയപ്പോ അതിന് കവചം തീർത്ത 2 വനിതാ പ്രവർത്തകരുണ്ട്. 2 വനിതാ പ്രവർത്തകരുടെ നെറ്റിക്ക് കല്ലെടുത്തിടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ വസ്ത്രങ്ങൾ വലിച്ചു കീറാനുണ്ടായ സാഹചര്യം നമ്മളെല്ലാവരും കണ്ടു. വളരെ മൃഗീയമായി 2 വനിതാ സഹപ്രവർത്തകരോട് ആക്രമിക്കുന്ന സാഹചര്യമാണ് കണ്ടത്. അവരോട് ഞങ്ങളൊരു കാര്യം, ഇവിടുത്തെ SFIയുടെ നേതൃത്വത്തോട് ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിക്കണമെന്നുള്ള മഹാത്മാഗാന്ധിയുടെ ചരിത്രവും പാരമ്പര്യവും പേര് മുമ്പോട്ട് പോകുന്നവരാണ് ഞങ്ങൾ. ഒരു ചെകിടത്തടിച്ച് മറുചകിടം കാണിച്ച് തലയുടെ ഉച്ചയിൽ കയറി നടിക്കുമ്പോ അടി കൊണ്ടുപോകണമെന്ന് ഒരു KSU നേതാക്കന്മാരോടും ഒരു നേതാക്കന്മാരും പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇനി ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് നേരെ ഒരടി നിങ്ങൾ മുമ്പോട്ട് വെച്ചാൽ അതിനെ കായികപരമായി നേരിടുന്ന സാഹചര്യം ഉണ്ടായാൽ അതിന് KSU തയ്യാറാകുമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പറഞ്ഞു നോക്കുകയാണ്.